കറിയാണ്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ സാധാരണ ചിക്കൻ കറിയല്ല, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ കുരുമുളക് ഇട്ട് വരട്ടി വെക്കാൻ പോകുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 സവോള, ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ചധികം ചെറിയുള്ളി വേണം, കുറച്ച് ചെറിയുള്ളി, പിന്നെ ഒരു 4 തക്കാളി, കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ നമുക്ക് വഴിയെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് നമുക്ക് ചിക്കനിൽ തന്നെ പച്ച ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം. ആദ്യം തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറേ നേരം റെസ്റ്റ് കഴിഞ്ഞ്. ചിക്കനൊക്കെ ഇവിടെ മസാല ഇട്ട് നന്നായി തിരുമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിനെയൊക്കെ എണ്ണ ഒഴിച്ച് നന്നായി വാട്ടി സെറ്റാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ചിക്കനിൽ ഉപ്പും മസാലകളൊക്കെ പിടിച്ചോളും. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചട്ടിയും ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി മൂത്ത് വരുന്നത് കാറ്റാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പച്ചമുളക് ഇട്ടു, പിന്നെ ചെറുള്ളി, അതിന് വെച്ചാൽ ചെറുള്ളിയാണ്. അതൊന്ന് നന്നായിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുള്ളിയൊക്കെ നന്നായി തോന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നമ്മൾ ഇത് കൊടുത്തിട്ടാണ്. നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് തക്കാളി കൊടുക്കാം. അതും തക്കാളിയും സവോളയും കൂടെ നന്നായി ജോയിനായി വെന്ത് വരുന്നവരെ കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി കുറച്ചുകൂടി മസാലകൾ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കുരുമുളക് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എരിവ് വേണ്ടവർ അതിനനുസരിച്ച് കുരുമുളക് പൊടി എത്ര വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല യോജിപ്പിക്കുക. അപ്പോൾ മസാലയൊക്കെ നല്ല യോജിച്ച് എല്ലാത്തിലും ഒന്ന് സെറ്റായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കറുത്ത കളറിലായിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ചുവന്ന കളറിലായിരിക്കും കാണിക്കുക, അത്രയും ക്ലാരിറ്റിയുള്ള ഫോൺ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിലൊന്നും പറയാൻ വരരുത്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കനും ഒന്ന് നന്നായി ചൂടാകുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ചൂടാക്കി വെക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിക്കനും ആ മസാലയും സബോളയിൽ ഉണ്ടായിരുന്ന മസാല, എല്ലാ മസാലയും കൂടി ഒന്നിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതുവരെ ഒഴിച്ചിട്ടില്ല. നമ്മളിതിൽ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി മൂടി വെച്ച് വയ്ക്കാം. അപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം.
നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല, പക്ഷേ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി കൊടുക്കാം. വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എല്ലാം ഓക്കെയാണ്, അടിപൊളിയായിരുന്നു, കഴിച്ച് നോക്കിയായിരുന്നു. നമ്മുടെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.